അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നെൽകൃഷിയുമായി കൂത്താട്ടുകുളം കിഴകൊമ്പിൽ യുവകർഷകർ 3 ഏക്കറോളം വരുന്ന പാടത്താണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. കൂത്താട്ടുകുളം കിഴക്കൊമ്പിൽ നെൽകൃഷിയുമായി യുവകർഷകർ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന സുമി സുരേന്ദ്രൻ, ബാങ്ക് ജീവനക്കാരനായ നിഷാന്ത് അജി, സ്വകാര്യ കടയിലെ ജീവനക്കാരനായ ശിവപ്രസാദ് അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ 2 വർഷക്കാലമായി കിഴകൊമ്പ് കരിപ്പാൽ പ്രദേശത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിവരികയാണ്. ഇതിന്റെ തുടർച്ചയായാണ് 3 ഏക്കറോളം വരുന്ന പാടത്ത് വീണ്ടും കൃഷി ഇറക്കിയിരിക്കുന്നത്. ഈ യുവകർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഖദർ സൊസൈറ്റിയും കിഴക്കൊമ്പ് പുരോഗമന സാഹിത്യ ഗ്രന്ഥശാലയും പിന്തുണയുമായി രംഗത്തെത്തി വളം അടക്കമുള്ള ആവശ്യ സാധനങ്ങൾ യുവാക്കൾക്ക് ഒരുക്കി നൽകുകയാണ്. കിഴകൊമ്പ് കരിപ്പാൽ പാടത്ത് നടന്ന വിത്ത് വിതയ്ക്കൽ ചടങ്ങ് ഖദർ ഏരിയ ചെയർമാനും കൂത്താട്ടുകുളം CPIM ഏരിയ സെക്രട്ടറിയുമായ PB രതീഷ് ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ഒരു വിപുലമായ കൂട്ടായ്മ എന്ന നിലയിലാണ് നമ്മുടെ ജില്ലയിൽ ഖദർ എന്ന സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ വിവിധങ്ങളായ സംഘടനകളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് ഖദർ എന്നത്. ഇതിന്റെ ലക്ഷ്യം കാർഷിക രംഗത്തെ നൂതനമായ മാറ്റങ്ങളെ പരസ്പരം പങ്കുവയ്ക്കാനും അതോടൊപ്പം തന്നെ കാർഷിക രംഗത്തിന്റെ വിപുലീകരണവുമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. തരിശായി കിടക്കുന്ന ഒരു നെൽവയലുകളും ഉണ്ടാകാത്ത സാഹചര്യം സൃഷ്ടിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ പ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നത്. അപ്പോ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ പച്ചക്കറി കൃഷിയെ കൂടുതൽ വിപുലീകരിക്കാനുമുള്ള പ്രവർത്തനമാണ് ഇതിലൂടെ ഏറ്റെടുക്കുന്നത്. 15 വർഷത്തിലധികമായി തരിശായി കിടന്ന 1.5 ഏക്കർ പാടത്താണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി കൃഷി ഇറക്കിയതെന്ന് ഈ യുവകർഷകർ പറഞ്ഞു. ഒരു 2 വർഷം മുമ്പാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആശയം ആദ്യമായി തോന്നിയത്. അത് നമ്മുടെ ഈ കരിപ്പാൽ ഭാഗത്ത് പാടത്തിന്റെ ശേഖരത്തിന്റെ സൈഡിലായിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ആശയം എൻ്റെ കൂട്ടുകാരായ സുമിത്തിനോടും അതുപോലെ തന്നെ ശിവപ്രസാദിനോടും ഞാനിത് പങ്കുവച്ചു. ഒരു 10-15 വർഷമായിട്ട് തരിശായി കിടക്കുന്ന പാടമായിരുന്നു നമ്മുടെ ഈ കരിപ്പാൽ ഭാഗത്തുണ്ടായിരുന്ന ഒരു 1 ഏക്കർ അടുത്തുള്ള ഒരു പാടം. അത് ഞങ്ങൾ എടുത്ത് കൃഷി ചെയ്യാമെന്ന എൻ്റെ ഒരു ആശയത്തിൽ ഇവർ രണ്ടും എൻ്റെ ഒപ്പം കൂടെ നിൽക്കുകയും വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നെൽ കൃഷി ചെയ്യുകയും അത് വിജയകരമായി എത്തിക്കുകയും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഞങ്ങൾ ഇതിൽ ഒരുപാട് സഹായിച്ചവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളിത് തുടക്കക്കാരെന്ന നിലയിൽ ഞങ്ങൾ നല്ല രീതിക്ക് ഒരുപാട് പേര് സഹായിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി CN പ്രഭകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഖദർ പഞ്ചായത്ത് സെക്രട്ടറി ബെന്നി മാത്യു, കൂത്താട്ടുകുളം നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, കൗൺസിലർമാരായ റോബിൻ ജോൺ, സുമ വിശ്വംഭരൻ, ഫെബീഷ് ജോർജ്, അരുൺ അശോകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് പാവായുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.